ഇന്ന് വെറുതെ ഇങ്ങനെ ബോറടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് കുറച്ച് ദിവസം മുമ്പേ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, എന്നാൽ അതെല്ലാം വെച്ചൊരു ജാമാക്കിയാലോ. കുറേ ദിവസമായി വിചാരിക്കുന്നു. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും എടുത്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചു. ഫ്രൂട്ട്സ് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ, ഗ്രേപ്സ് എടുത്തു, ഗ്രീനും ബ്ലാക്കും ഗ്രേപ്സ് എടുത്തു, പിന്നെ ബേർ എടുത്തു, ആപ്പിൾ എടുത്തു, കുറച്ച് സ്ട്രോബെറി എടുത്തു, എല്ലാം എടുത്തു. അതൊക്കെ കഴുകി ചെറിയ പീസായി കട്ട് ചെയ്തു. കുറച്ച് ചങ്കി ആയിട്ടുള്ള ജാമാണ് ഞാൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത്, അധികം സ്മൂത്ത് അല്ലാത്ത. സോ ഒരു പ്രാവശ്യം ഞാൻ താജിൽ താമസിച്ചപ്പോൾ അവിടെ ബ്ലൂബെറി അല്ല, നമ്മുടെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബ്ലൂബെറി കോക്കമ്മല്ല, എന്താ അതിൻ്റെ പേര്, അതുപോലത്തെ ഒരു ഇതിൻ്റെ ജാം കഴിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറായിരുന്നു അത്. ജാമുണ്ട് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. അപ്പം ഞാൻ വെച്ചെന്നാൽ അതുപോലെ ആക്കാം, കുറച്ച് ചങ്കി പീസസൊക്കെ ഉള്ള. സോ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് ഈ ഫ്രൂട്ട്സിനെ എല്ലാം നല്ലോണം വേവിച്ചു, അടച്ച് വെച്ച് വേവിച്ചത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സ്കിന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം വെച്ചു. പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ ഇതുപോലെ കുറേ പീസസൊക്കെ മെൽട്ടായി, കുറേ പീസസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. സോ ഞാനത് നല്ല വേവിച്ചു, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചു. സോ ഓൾമോസ്റ്റ് എല്ലാം കുറേയൊക്കെ ഉടഞ്ഞ് വരും, കുറേയൊക്കെ എന്നാൽ പീസസ് പോലെ കിടക്കുകയും ചെയ്യും. പേരൊക്കെ തോലോടുകൂടി ഇട്ടത് കാരണം അങ്ങനെ അടിഞ്ഞില്ല. ആപ്പിളൊക്കെ വേഗം അടിഞ്ഞു പോകും. ആപ്പിളൊക്കെ ഞാൻ തോല് കട്ട് ചെയ്തിട്ടിട്ട്, പേരിൻ്റെ ഞാൻ അങ്ങനെ ഫുൾ തോലായിട്ട് കട്ട് ചെയ്തില്ല. പിന്നെ ഒരു 10-15 മിനിറ്റ് എടുത്തു ഇത് ആക്ച്വലി ഇങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. നല്ല പീസായി. പുറകിൽ കേൾക്കുന്ന ശബ്ദം ചാർലിയുടെ ആട്ടോ, ചാർലീൻ്റെ ഡോഗിൻ്റെയാണ് ശബ്ദം. അവനെ ഞാനവിടെ പൂട്ടി വെച്ചിരിക്കുക, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് സ്ട്രോബെറി പീസസ് തന്നെ ഇട്ടു. അതിന് അധികം കട്ട് ചെയ്തില്ല, ചിലതൊക്കെ അങ്ങനെ തന്നെ ഇട്ടു, ചിലതൊക്കെ വലുതൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടു. അതിനെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തതിൻ്റെ വെള്ളം ഒരുവിധം വറ്റി ആയിക്കഴിഞ്ഞു. പിന്നെ സ്ട്രോബെറി ഇട്ട് കഴിയുമ്പോൾ സ്ട്രോബെറി വേഗം അധികം വേവൊന്നുമില്ല, സ്ട്രോബെറിക്ക് വേഗം അത് കുക്കായി വരും. അതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം. നല്ലോണം വെന്തടിഞ്ഞ് വരുന്നുണ്ട്, സ്ട്രോബെറിയൊക്കെ നല്ല വൃത്തിയിൽ അടിഞ്ഞ് വരുന്നുണ്ട്. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ട്രോബെറി എല്ലാം അതിൻ്റെ കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇളക്കി നല്ല തിക്ക വെള്ളം മുഴുവൻ വറ്റുന്ന പോലെ, അതായത് ഫ്രൂട്ട്സിലുള്ള വെള്ളം മുഴുവൻ നന്നായി വറ്റുന്ന പോലെ തിളപ്പിച്ച് വറ്റിക്കുക. ഒരുവിധം മുക്കാൽ വറ്റി കഴിയുമ്പം നമ്മളതിലേക്ക്, ഞാനിപ്പോൾ ഒരു 2 കിലോളം എൻ്റെ ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം കൂടിയിട്ട്, അതിലേക്ക് ഞാനൊരു 1 കപ്പ് ആണ് ഷുഗർ ഇട്ടത്. ഞാൻ കുറച്ച് ഷുഗർ കുറഞ്ഞ ഒരു ജാമാണ് ഉദ്ദേശിക്കുന്നത്, അധികം ഷുഗർ ഇല്ലാത്ത പോലത്തെ. സോ ഷുഗർ ഇട്ടു, നല്ലോണം അതിനെ തിളപ്പിച്ചു. ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ട് എഗെയിൻ ആ വെള്ളം മുഴുവൻ, ഷുഗറിൻ്റെ വെള്ളം മുഴുവൻ വറ്റി വരണം. സോ അടച്ച് വെച്ചിട്ട് ചെയ്യാം. അടച്ച് വെച്ചിട്ടാകുമ്പോൾ ചിലപ്പം നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കും ഇതിങ്ങനെ വെള്ളം വറ്റി വരുന്ന സമയത്ത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കതങ്ങനെ ചെയ്യാം. സോ ഷുഗറും എല്ലാം നല്ലോണം വറ്റി വന്നു. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ജാമ് വിട്ട് വരുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ആവാനായി. ഇതിപ്പോൾ ഏകദേശം ആയി, ഒരു കുറച്ച് സമയം കൂടി ഒന്നതിന് ആ ഒരു ബബിൾസ് വരുന്നതും കൂടി നിർത്തും. അതിൻ്റെ ഇടയിൽ ഞാനൊരു ലൈമും എടുത്ത് വെച്ചു. ലാസ്റ്റ് നമ്മൾ ലൈം ചേർക്കണം. ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ലൈമാണ് ഇതിൽ പ്രിസർവേറ്റീവായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലൈം ആഡ് ചെയ്തു, നല്ല വൃത്തിയിൽ ഇളക്കി. ഇപ്പം കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. സ്പൂണിൽ നിന്ന് വീഴുമ്പം ലിക്വിഡായിട്ടല്ല, ഫ്ലോ കുറച്ച് കുറഞ്ഞു, ഒരു സെമി തിക്നെസ്സിലായി വന്നു ജാമ്. സോ ഏകദേശം നമ്മുടെ ജാം ഇപ്പം റെഡി ആയിട്ടുണ്ട്.
ഇതിങ്ങനെ ആയി വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മളത് നിർത്തി വെക്കാം. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് ആവിയൊക്കെ പോയി ചൂടൊക്കെ തണുത്ത് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂട് തണുത്ത് ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ചൂടെല്ലാം തണിയുന്നവരെ. അതിന് നല്ല ചൂട് തണുത്ത ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇതിനെ മാറ്റി വെക്കാം, ഒഴിച്ച് വെക്കാം. ചൂട് നന്നായി തണിഞ്ഞ ശേഷം മാത്രമേ മൂടിയിട്ട് വെക്കാവുള്ളൂ കേട്ടോ. എല്ലാം ഫിൽ ചെയ്യാം. നല്ല ടേസ്റ്റും ഒരു ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ജാമാണ്. ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല, നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല, ഓൺലി ഫ്രൂട്ട്സ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ ഗ്രേപ്സിൻ്റെ ഒക്കെ സ്കിന്നോട് കൂടിയാകുമ്പോൾ ആ ഒരു ഫൈബറിൻ്റെ കണ്ടൻറ്റും ഇതിലുണ്ട്. പിന്നെ ഓവർ ഷുഗർലി അല്ല, ഷുഗർ അധികം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക പുളിപ്പ് രസം ഉണ്ടാവും ഇതിന്. ചെറിയൊരു പുളിപ്പ് രസം, അധികം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ഒരു ഭയങ്കര മധുരത്തിൻ്റെ ഒരു മട്ട് പിടിക്കുന്ന പോലത്തെ മധുരം ഉണ്ടാവില്ല. ഇതൊരു നല്ല സോർനെസ് ഉണ്ടാവും, എന്നാൽ തൊട്ട് സ്വീറ്റും ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ളൊരു ജാമാണ് ഇത് ഈസിയാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ജാമാക്കിയ ഉടനെ ഞാനൊരു ചെറിയ ബണ്ണെടുത്തു, ബട്ടർ തേച്ചു, ഇതിൽ ജാമും പുരട്ടി ട്രൈ ചെയ്തു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. സോ ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയും. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു. ബൈ ബൈ.